പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് കുറച്ച് പൂക്കളും പ്രകൃതിയും ഒക്കെ കണ്ടുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ദിവസം ആരംഭിക്കാം. നമുക്ക് അടുക്കളയിലേക്ക് പോകാം. ഇന്ന് രാവിലെ എൻ്റെ അടുക്കളയിൽ ഞാൻ കുറച്ച് ജോലി ചെയ്യുന്നുണ്ട്. അതാണ് ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. രാവിലെ 2 ഗ്ലാസ് ചായ അനത്തി 1 ഗ്ലാസ് ചായ അമ്മയ്ക്ക് കൊടുത്തതിന് ശേഷം 1 ഗ്ലാസ് ഞാനും കുടിച്ചു. അതിനുശേഷം രാവിലത്തെ ഭക്ഷണത്തിന് വേണ്ടി, അതായത് കാപ്പി കുടിക്ക് വേണ്ടി ഞാനിവിടെ ഭക്ഷണം തയ്യാറാക്കുകയാണ്. ആദ്യമായിട്ട് കറി വെച്ചെടുക്കാം. അതിനായിട്ട് ഞാൻ തലേ ദിവസമേ കുറച്ച് വൻപയർ കുതിർത്തിട്ടിരുന്നു. അത് കുക്കറിലേക്ക് ഇടുകയാണ്. അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു, കുറച്ച് ഉപ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു. ഇനിയും ഇതൊന്ന് അടുപ്പയിലോട്ട് വയ്ക്കാം. ഇത് ഞാൻ അടുപ്പയിലോട്ട് വയ്ക്കുകയാണ്. ഇതൊന്ന് വെന്ത് കഴിയുമ്പോൾ ബാക്കിയുള്ള മസാലകളൊക്കെ ചേർക്കാം. പിന്നീട് ഞാൻ ആട്ട എടുത്തു, അതായത് ഗോതമ്പ് പൊടി, ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് വെള്ളത്തിൽ കുറച്ച് ഉപ്പുകൂടിട്ട് അതൊന്ന് കലക്കിയ ശേഷം മാവിലേക്ക് കുഴച്ച് എടുക്കുകയാണ് ചെയ്യുന്നത്. അതൊക്കെ ഒന്ന് നന്നായി കുഴച്ച് ഒന്ന് മയപ്പെടാനായിട്ട് മാറ്റി വയ്ക്കാം. എല്ലാം കുഴച്ച് ഞാൻ മയപ്പെടാനായിട്ട് മാറ്റി വെച്ചു. അതിനുശേഷം പിന്നെ കറിക്ക് തയ്യാറാക്കാനായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ആവശ്യമുണ്ട്. അതെടുക്കാനായിട്ട് പോകാം. കറിക്ക് വേണ്ടി കുറച്ച് കറിവേപ്പില ആവശ്യമുണ്ട്. കറിവേപ്പില എടുക്കാനായിട്ട് പോകാം. കാണിച്ചതാണ്. ആ കണ്ടത് ചെറുതനമാണ് കേട്ടോ. ഈ കർക്കിടക മാസത്തിൽ 10 ഇലകളിൽ ഒരിലയാണ് കറി വയ്ക്കാൻ ഓരോരുത്തർ എടുക്കും. ഞാനിതുവരെയും അത് കറി വെച്ചിട്ടില്ല. ഇനിയും കറി വെച്ച് നോക്കണം. ആദ്യമേ കറി വയ്ക്കാൻ ഭയമാണ്, കാരണം കൈയെല്ലാം ചൊറിയുമല്ലോ. എങ്ങനെയാണത് പറിക്കുന്നത്? ഇഷ്ടം പോലുണ്ട് പറമ്പിൽ കേട്ടോ. ഭയങ്കര ഔഷധ ഗുണമുള്ളതൊക്കെയാണെന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും ഒന്ന് കറി വെച്ച് നോക്കണം. അത് പിന്നീടാകട്ടെ. ഇപ്പം നമ്മുടെ വിഷയം അതല്ലല്ലോ. വിഷയത്തിലേക്ക് വരാം. കറിക്ക് വേണ്ടി ഞാൻ 1 സവാള, 1 തക്കാളിപ്പഴം, ഇഞ്ചി, വെളുത്തുള്ളി ഇത്രയും എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളിയും ഇഞ്ചിയും ഒന്ന് ചതച്ചെടുക്കാം. അരിഞ്ഞിട്ടാലും യാതൊരു കുഴപ്പവുമില്ല. ഞാനിപ്പോഴേ അത് ഒന്ന് ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ചെറുതായിട്ട് അരിഞ്ഞ സവാളയും തക്കാളിപ്പഴവും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഒന്ന് വഴറ്റിയെടുക്കേണ്ടത് ആവശ്യമാണ്. ഞാനൊരു ചീനിച്ചട്ടി വെച്ചു, എണ്ണ ഒഴിച്ചു. എണ്ണയിലേക്ക് കടുകിട്ടു. കടുക് പൊട്ടിയപ്പോൾ അതിലേക്ക് കുറച്ച് പെരുംജീരകമാണ് ഇട്ട് കൊടുത്തത്. അതൊന്ന് മൊരിഞ്ഞ് വന്നപ്പോൾ ബാക്കിയുള്ള നമ്മുടെ സവാളയും തക്കാളിയും അതോടൊപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടെ ഇട്ട് നന്നായി വഴറ്റിയെടുത്തു. വഴറ്റാനായിട്ട് സ്വല്പം ഉപ്പ് പൊടി കൂടി ഇട്ട് അതിനുശേഷം അതൊന്ന് അടച്ചു കൊടുത്തു. ഒന്ന് വേകട്ടെ, വെന്ത് വഴലട്ടെ എന്ന് വിചാരിച്ച്. ഉള്ളി ഏകദേശമൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. ഉള്ളി വഴന്നതിലേക്ക് തക്കാളിപ്പഴം അരിഞ്ഞതോടെ ചേർത്ത് കൊടുക്കാം. തക്കാളിപ്പഴം കൂടെ ഒന്നുകൂടെ ഇളക്കി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിനായിട്ട് ഞാൻ ഒരു അടപ്പ് കൊണ്ട് മൂടി വയ്ക്കുകയാണ്. സ്വല്പം നേരം കഴിഞ്ഞ് നമുക്ക് തുറന്ന് നോക്കാം. തുറന്ന് നോക്കിയപ്പോഴും ശരിക്ക് അത് വെന്തുടഞ്ഞിട്ടില്ല. പിന്നീട് ഞാൻ പയറിലെ വെള്ളം തന്നെയാണ് ഒഴിച്ചു വെച്ചത്. പിന്നെ മസാലയോടിട്ട് ഒന്ന് മൊരിച്ച ശേഷം പയറിലെ വെള്ളം ഒഴിച്ച് വേവിക്കാൻ വീണ്ടും അടച്ചു വെച്ചു. മസാലയ്ക്ക് ഞാൻ മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല ഇത്രയുമാണ് ചേർത്തത്. ഇതെല്ലാം നന്നായി ഒന്നുകൂടെ ഇളക്കിയ ശേഷം പയറിലെ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് കുറച്ചുകൂടെ വേകാനുണ്ടായിരുന്നു. തക്കാളി, സവാള
അതൊന്ന് വെന്തുടയുന്നതിനായിട്ട് അടച്ച് വയ്ക്കുക. അപ്പം പയറിലെ വെള്ളമൊക്കെ ഞാൻ ഒഴിച്ചിരുന്നുവല്ലോ, അത് നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ആ വറ്റിയ അരപ്പിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് തിളപ്പിക്കാം. ആ തിളച്ച അരപ്പിലേക്ക് വെന്ത് വെച്ചിരിക്കുന്ന പയറൂടെ ഇട്ട് കൊടുക്കുക. അപ്പം ഇതെല്ലാം കൂടി ഇരുന്ന് ഒന്നുകൂടെ ഒന്ന് നന്നായി വേകട്ടെ. അപ്പോഴേ ഇതെല്ലാം കൂടി ഇരുന്ന് നന്നായി ഒന്ന് വേകട്ടെ. ഇതിൻ്റെ കൂടെ ഞാൻ ഒരു ചെറിയ കാര്യം കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മിക്കവാറും കറികളിലൊക്കെ ചേർക്കുന്നതാണ് കസൂരി മേത്തി എന്ന് പറയും. അതായത് ഉലുവയുടെ ഇല. അതിൽ ഒരു നുള്ള്, ഒത്തിരിയൊന്നും വേണ്ട, ഒരു നുള്ള് മാത്രം ഇതുപോലുള്ള കറികളിൽ ചേർക്കുക പതിവുണ്ട്. അപ്പോൾ അതിൽ നിന്നും ഒരു നുള്ളെടുത്ത് ഞാൻ ഈ കറിയിലേക്ക് ചേർക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് ഇരുന്ന് ചെറിയ തീയിലിരുന്ന് വേകട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് ബാക്കി ജോലിയിലേക്ക് പോകാം. അപ്പം കറിയൊക്കെ വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇനിയും വാങ്ങി വെച്ചിട്ട് ചപ്പാത്തി ഉണ്ടാക്കാം. ഇപ്പോൾ ചപ്പാത്തിക്ക് എല്ലാം പരത്തി ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ചപ്പാത്തി ഉണ്ടാക്കിയെടുത്തു, കറിയും റെഡിയാക്കി. ഇന്നത്തെ എൻ്റെ രാവിലത്തെ ഭക്ഷണം തയ്യാറായി. ഇപ്പോഴേ ഈ വീഡിയോ നിങ്ങൾക്ക് കണ്ടിഷ്ടപ്പെട്ടുവെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഹൈപ്പ് ചെയ്യുകയും ചെയ്യണേ. അപ്പം നമ്മുടെ കൂടിയ വീഡിയോകളൊന്നുമല്ല, എല്ലാവരും ഇതൊക്കെ ചെയ്യുന്നതാണ് അറിയാം. എങ്കിലും